ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വോളിയം ബേസിസിൽ ബുള്ളിഷ് വോളിയമിൽ ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ മാർക്കറ്റ് താഴേക്ക് പോയപ്പോഴും പി എസ് യു മേഖലയിൽ പി എസ് യു സ്റ്റോക്സുകൾ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കിലാണ്, പിന്നെ മൾട്ടി ബാഗർ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസും കൂടി നമ്മൾ നോക്കുന്നു. ആദ്യം നമുക്ക് ഈ ഒരു പൊതുമേഖല ഓഹരികൾ, അതായത് ഈ ഒരു മാർക്കറ്റ് താഴേക്ക് പോയപ്പോഴും നല്ല ഉയർന്ന ഓഹരികൾ ഏതൊക്കെയാണോ എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഭാരത് പെട്രോളിയം, BPCL. ഈ ഒരു സ്റ്റോക്ക് 474 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 1 മന്തിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് 6% ആണ്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് ഗുജറാത്ത് ഗ്യാസ്, 552 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1 മന്തിൽ 23% ആണ് ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിരിക്കുന്നത്. തേർഡ് സ്റ്റോക്ക് ഇന്ത്യൻ ബാങ്ക്, 461 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 12% ആണ് 1 മന്തിൽ ഉയർന്നിരിക്കുന്നത്. ദെൻ മിശ്ര ധാതു ഇങ്ക്, ഈ ഒരു സ്റ്റോക്ക് ഫോർത്ത് സ്റ്റോക്ക് 1 മന്തിൽ 25% റിട്ടേൺസ് വന്നിരിക്കുന്നു. പിന്നെ NBCC 1 മന്തിൽ 46% ആണ് ഉയർന്നിരിക്കുന്നത്. ഈവൻ ദോ മാർക്കറ്റ് താഴെ പോയപ്പോഴും ഈ ഒരു സ്റ്റോക്ക് 46% 1 മന്തിൽ റിട്ടേൺസ് വന്നിരിക്കുകയാണ്. ദെൻ സിക്സ്ത് സ്റ്റോക്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻ, 246 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1 മന്തിൽ 6% റിട്ടേൺസ് വന്നിട്ടുണ്ട്. ദെൻ റൈറ്റ്സ് ലിമിറ്റഡ് 685 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്കും 1 മന്തിൽ 41% റിട്ടേൺസ് വന്നിട്ടുണ്ട്. ദെൻ SJVN 1 മന്തിനുള്ളിൽ 30% ആണ് റിട്ടേൺസ് വന്നത്. അപ്പോൾ ഈ 8 സ്റ്റോക്കിലാണ് മാർക്കറ്റ് ക്രാഷിലും നല്ല റിട്ടേൺസ് വന്നിരിക്കുന്നത്, അതും PSU സ്റ്റോക്കിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വോളിയം ബേസിസിൽ നല്ല ബുള്ളിഷ് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതായത് 7-day ക്യാൻഡിൽസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല പെർഫോമൻസ് തന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലും നമ്മൾ പറഞ്ഞു അല്ലേ, നല്ലൊരു സ്റ്റോക്കാണ്. സോ റെയിൽടെൽ കോർപ്പറേഷൻ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 600 ആണ്. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല ഗ്രോയിങ് ആയിട്ട് ഈ ഒരു ടെലികോം സർവീസിൽ 5th പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ NMDC സ്റ്റീൽ സെക്കൻഡ് സ്റ്റോക്ക് 58 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാല്യുവേഷൻ ബേസിസിലോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ബേസിസിലോ ഒന്നും അല്ല ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓൺലി ടെക്നിക്കൽ മാത്രം നോക്കിയിട്ടാണ് അത് ഈ ഒരു വോളിയം ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള ആ ഒരു ലിസ്റ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് പറയുന്നത്. അല്ല വാല്യുവേഷൻ ഒന്നും ഈ സ്റ്റോക്കിന് അത്ര നല്ലതൊന്നുമല്ല. ബേസ്ഡ് ഓൺ ദ ടെക്നിക്കൽ ഈ ഒരു സ്റ്റോക്ക് നെക്സ്റ്റ് ടാർഗറ്റ് 60 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 80 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ തേർഡ് സ്റ്റോക്ക് സ്റ്റീൽ എക്സ്ചേഞ്ച് ഇന്ത്യ, 14 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. എഗെയിൻ ഈ സ്റ്റോക്കും വാല്യുവേഷൻ കൊള്ളത്തില്ല, ടെക്നിക്കലായിട്ട് നല്ല ഗ്രോത്ത് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായുണ്ട്. നെക്സ്റ്റ് 15 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 18 റുപ്പീസ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 18 റുപ്പീസ് വരെ വരുമ്പോൾ 21% ആണ് ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺസ് വന്നത്. പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ, പ്രൈസ് നോക്കുകയാണെങ്കിൽ ചെറിയ പ്രൈസ് ആണെങ്കിലും പെർസെൻറ്റേജ് വൈസ് നല്ല ഉയർന്ന പെർസെൻറ്റേജ് തന്നെയാണ്. 1 വീക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ 1 ഡേയിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തെന്ന് ഇരിക്കും. അപ്പോൾ നിങ്ങൾ 1000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 210 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. ദെൻ JP അസോസിയേറ്റ്സ് നെക്സ്റ്റ് സ്റ്റോക്ക്, ഓക്കെ, ജയപ്രകാശ് അസോസിയേറ്റ്സ് 21 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കും കണ്ടോ, വാല്യുവേഷൻ ഒക്കെ നെഗറ്റീവ് ആണ്. പിന്നെ ഈ സ്റ്റോക്ക് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ വോളിയം ബ്രേക്കൗട്ടിൽ
7-day ക്യാൻഡിൽ ബേസിസിൽ നല്ല ബുള്ളിഷ് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 36 റുപ്പീസ് ടാർഗറ്റ് 40% ആണ് വരാൻ സാധ്യതയുണ്ട്. ദെൻ മദേഴ്സൺ സുമി 61 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 120 ഓക്കെ 140 വരെ പോകാൻ സാധ്യതയുണ്ട്. 24% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 209 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 220 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 214 എൻട്രി ആയിട്ട് വെക്കുക. 214 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 220 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 6 സ്റ്റോക്കിലാണ് ഈ ഒരു ബുള്ളിഷ് വോളിയം ബ്രേക്കൗട്ടിൽ നല്ല ഉയരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മൾട്ടി ബാഗർ റിട്ടേൺസ് എന്ന ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ഒരു 2 months മുന്നേ ടയർ സെക്ടറിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ടയർ സെക്ടറിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ടയർ സെക്ടറിൽ നല്ല ഉയരാൻ സാധ്യതയുള്ള ഓഹരികൾ എന്ന് പറഞ്ഞിട്ട് 5 ഓഹരികൾ നമ്മളതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ഒരു ഓഹരിയാണ് ഇന്നിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള കാര്യം, സിംഗിൾ ഷെയർ ആണ്. ഫ്ലിപ്കാർട്ട് കോ ഫൗണ്ടർ സച്ചിൻ ബൻസാലെ 11 crores 3 ദിവസത്തിൽ ഈ ഒരു സ്റ്റോക്കിലൂടെ ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ഞാൻ പറയുന്നു. സോ ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഫ്ലിപ്കാർട്ട് കോ ഫൗണ്ടർ സച്ചിൻ ബൻസാൽ 11 crores 3 days ഉണ്ടാക്കിയ ആ ഒരു സ്റ്റോക്ക് ഏതാണെന്ന് വെച്ചാൽ ഇസ് JK ടയേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. അത്ര നല്ല ഒരു സ്റ്റോക്കാണ്. ഓക്കെ, സോ ഈ സ്റ്റോക്ക് ഇനി മൾട്ടി ബാഗർ റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. ഓൾറെഡി നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. നല്ല ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ട്. ലോങ് ടേമിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ സച്ചിൻ ബൻസാൽ ഹോൾഡ് ചെയ്യുന്നത് 4.24% ആണ് JK ടയേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ. അതായത് 11 crores ഓഫ് ദി ഷെയർസ്. ഓക്കെ, 26% ആണ് ലാസ്റ്റ് 3 ട്രേഡിംഗ് സെക്ഷനിൽ മാത്രം ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ട്രേഡിംഗ് സെക്ഷനിൽ സച്ചിൻ ബൻസാൽ 11 crores ആണ് പ്രോഫിറ്റ് നേടിയിരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ റവന്യൂ 4% ഉയർന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡബിളായിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അതുപോലെ റോ മെറ്റീരിയൽ പ്രൈസസ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. സെയിൽസ് എക്സ്പോർട്ട് ഡബിളായിട്ടുണ്ട്. എക്സ്പോർട്ട് 11% കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും വർദ്ധിച്ചിരിക്കുന്നത്. 654 crores വർദ്ധിച്ചിരിക്കുന്നു. ഇതൊരു സ്മോൾ ക്യാപ് കമ്പനി ഇത്രയും നല്ല ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് തന്നിട്ടുണ്ട്. ഷെയർ പ്രൈസും നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് 1 yearൽ തന്നെ 204.28% ആണ് ഈ ഒരു സ്റ്റോക്ക് JK ടയേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് JK ടയേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇവരുടെ ഡീറ്റെയിൽസ്, ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോജക്ട്സ്, ഇവർക്ക് എന്തൊക്കെയാണ് ഗ്രോത്ത് ഉള്ളത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ടയർ സെക്ടർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബട്ട് വാല്യുവേഷൻ വൈസ് നോക്കിയാലും ROC 11.1, ROE 9.49, പ്രൊമോട്ടർ ഹോൾഡിംഗ് 53.1 ഉണ്ട്. സ്റ്റോക്കിൻ്റെ PE 22.9, വിച്ച് ഇസ് വെരി ലെസ് കമ്പയർഡ് ടു ദി കറണ്ട് പ്രൈസ്. പിന്നെ ടയർ സെക്ടറിൽ തന്നെ 4th പ്ലേസിൽ വരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, പിന്നെ അതുപോലെ ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കിയാൽ FII ഹോൾഡിങ്സും നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു സൈലന്റ് മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. ഓൾറെഡി മൾട്ടി ബാഗർ റിട്ടേൺസ് തന്നിട്ടുണ്ട്. എന്നാലും ഇനിയും നല്ല ഒരു ഉയരങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ബുള്ളിഷ് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ കണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, അതുപോലെ ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.